യേശുക്രിസ്തു സ്നാനമേറ്റ കാര്യം സുവിശേഷങ്ങൾക്കകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ക്രിസ്തുവിന് മുന്നോടിയായി വന്നവനാണ് യോഹന്നാൻ. ഒട്ടകരോമമുള്ള ഉടുപ്പ് ധരിച്ച് അരികിൽ തോൽവാറ് കെട്ടി ദൈവത്തിന് സ്തോത്രം വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് പ്രവാചക ശബ്ദമായിട്ട് ആര് വെളിപ്പെട്ടു? യോഹന്നാൻ. സത്യത്തിൽ യോഹന്നാൻ ഒരു പുരോഹിതൻ്റെ മകനാണ്. പുരോഹിതന്റെ മകൻ പുരോഹിതനാകേണ്ടതിന് പകരം പുരോഹിതൻ്റെ മകൻ പ്രവാചകനായി. ക്രിസ്തുവിൻ്റെ ജനനത്തിന് തൊട്ടു മുമ്പാണ്, സ്തോത്രം, ചില മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് യോഹന്നാന്റെ രംഗപ്രവേശനം. സെക്കരിയാവും എലിസബത്തും എത്ര പ്രാർത്ഥിച്ചിട്ടും അവർക്ക് പരിഹാരം കിട്ടിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവർക്ക് പരിഹാരം കിട്ടി. ഇവിടെ എനിക്കൊരു ദൂതുണ്ട്. പ്രാർത്ഥിച്ച മടുത്ത വിഷയത്തിനകത്തും ദൈവത്തിനൊരു പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് നിന്റെ മേൽ കിടക്കുന്ന ദൂത് നിവർത്തിക്കത്തക്കവണ്ണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അടുക്കൽ ചെന്നു. ഉടനെ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. ഉടനെ യേശു പറയുക, ഇപ്പം സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടും. അങ്ങനെ യോഹന്നാൻ്റെ കൈക്കീഴിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനപ്പെടുകയാണ്. മത്തായി സുവിശേഷം എടുക്കാം, 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. ഇവര് കാണുക, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ശബ്ദം ആരുടെയാ? പിതാവാം ദൈവത്തിന്റെ. അപ്പൊ സ്നാനം വെളിപ്പെടുന്നിടത്താണ് ഏറ്റവും കൂടുതൽ തൃത്വം വെളിപ്പെടുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും മൂവരല്ല, മൂന്നാതാനും ഒന്നാതാനും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇതിനകത്ത് അവിടെ തൃത്വം വെളിപ്പെടുക. പുത്രൻ ജലത്തിൽ, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്തോത്രം. ഇനി ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. യേശുവിന്റെ മേൽ ആത്മാവ് ഇറങ്ങി. യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തികഞ്ഞ ആത്മനിറവിലായിരുന്നു. ഭൂതം പുറത്തായതും രോഗി സൗഖ്യമായതും കണ്ണില്ലാത്തവന് കണ്ണുണ്ടായതും മരിച്ചവൻ ഉയർത്തത് വരെയുള്ള ശുശ്രൂഷയ്ക്കകത്ത് ആത്മനിറവുണ്ടാകും. ലൂക്കോസിന്റെ ഒരു ഭാഗത്തോട് സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദമുണ്ടായി. സ്നാനമേറ്റിട്ട് ലൂക്കോസ് 4 അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ യോർദാൻ വിട്ടു. പിന്നെ പിശാച് അടുക്ക വന്നു. പക്ഷെ ചോദിച്ച ചോദ്യത്തിനല്ല, ആത്മാവിൽ നിറഞ്ഞ പുത്രൻ കൊടുത്തത് വചനമാണ്. സാത്താൻ തോറ്റൊരു ചരിത്രമുണ്ടെങ്കിൽ വചനത്തിന് മുമ്പിലാണ്. ഏതു വെല്ലുവിളികളും തോക്കുന്നത് വചനത്തിന് മുമ്പിലാണ്.